പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. 1 യോഹന്നാൻ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ, നമ്മൾ അത് ആത്മ നം നം അത് ആത്മവഞ്ചനയാകും. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയായിരിക്കും. അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. വീണ്ടും യോന 3-ാം അധ്യായം 10-ാം വാക്യം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുവെന്ന് കണ്ട് ദൈവം മനസ്സുരുകി അവരുടെ മേൽ അവരുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുവെന്ന് കണ്ട് ദൈവം മനസ്സ് മാറി അവരുടെ മേൽ അയക്കാൻ വെച്ചിരുന്ന തിന്മ അയച്ചില്ല. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുവെന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കാൻ വെച്ചിരുന്ന തിന്മ അയച്ചില്ല. ഈ വചനഭാഗം, ആദ്യത്തെ വചനഭാഗം, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് ആത്മവഞ്ചനയാകും. പക്ഷെ നമ്മളിപ്പോൾ എനിക്ക് പരിചയമുള്ള ഒത്തിരി ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്ത് പാപം ചെയ്തിട്ടാണ് ഞാനൊക്കെ, എന്ത് പാപം ചെയ്യുന്ന, ഒരു പാപവും ചെയ്യുന്നില്ല എന്ന ഒരു ചിന്ത. പക്ഷെ നമ്മൾ വിശ്വാസത്തിൽ വളരുമ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങൾ മനസ്സിലാകും. ഇന്നേ വരെ നമ്മളറിയാത്ത പാപങ്ങളെല്ലാം തെളിഞ്ഞു വരും. അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് കർത്താവ് പറയുന്നു. സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വേറെ ദൈവങ്ങളെയൊന്നും നമ്മൾ ആരാധിക്കുന്നില്ല. എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷെ പലപ്പോഴും കർത്താവിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക്, പുണ്യാളന്മാർക്കുമെല്ലാം കാര്യസാധ്യങ്ങൾക്കായി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കാര്യം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എനിക്ക് കുറ്റബോധം തോന്നുന്ന ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഫേസ്ബുക്കിലൊക്കെ ചെലവഴിക്കുന്നുണ്ട്.
ഈ ദിവസേന കഠിനാധ്വാനം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഫേസ്ബുക്കിൽ വെറുതെ സമയം കളയുന്നു. അത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഫേസ്ബുക്കിൽ കളയുന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ഒന്നാം പ്രമാണത്തിൻ്റെ വയലേഷനാണത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പലപ്പോഴും ഈ അയൽക്കാരുടെയൊക്കെ ധനസ്ഥിതി, മറ്റു മനുഷ്യരുടെ ധനസ്ഥിതിയൊക്കെ വെച്ച് ആ സ്നേഹത്തിന് ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നില്ലേ? വ്യഭിചാരം ചെയ്യരുത്, മറ്റു സ്ത്രീകളെ ലൈംഗികേച്ഛയോട് ഒരു നോക്കിപ്പോയാൽ അത് വ്യഭിചാരമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യനെ വിധിക്കരുത്. അപ്പോൾ ഇത് നമ്മളൊരു സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പാപങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടും. അതേസമയം ജീവിതത്തിൻ്റെ അഹന്തയാൽ നമ്മൾ മൂടി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാനൊക്കെ എന്ത് പാപം ചെയ്തിട്ടാണ് എന്ന ഒരു ചിന്ത, അതൊരു മിഥ്യയാണ്, മിഥ്യാബോധം. അഹന്തയിൽ നിന്നുളവാകുന്ന ഒരു മിഥ്യാബോധം. ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അജ്ഞതയിൽ നിന്ന് വരുന്ന ഒരു മിഥ്യാബോധമാണ് എനിക്ക് പാപമില്ല എന്ന് ഒരുത്തനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അത് സാത്താൻ്റെ തന്ത്രമാണ്. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ, നമ്മൾ നീതിമാനും വിശ്വസ്തനുമായിട്ടല്ല, അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരു പാപി പശ്ചാത്തപിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ പശ്ചാത്താപ ബോധം സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. അതിനുള്ള ഒരു ജ്ഞാനവും തുറവിയുമെല്ലാം കർത്താവ് നൽകട്ടെ. നമ്മുടെ വിശ്വാസത്തെ കർത്താവ് കൂടുതൽ വളർത്തട്ടെ. നമ്മളിലുള്ള പാപക്കറകൾ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും കർത്താവിനോട് ക്ഷമ ചോദിക്കുവാനും ജീവിതത്തിൽ കുറച്ചുകൂടെ നന്നായി ജീവിക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.